എൻട്രിക് എന്നുള്ള പ്ലെയറിന്റെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു, ഒരു മോശം കാലം ഉണ്ടായിരുന്നു. നമുക്കറിയാം വിനീഷ്യസിനെ പോലെ തന്നെ ആ നല്ല കാലം അത് ഉണ്ടായത് അൻസലോട്ടിക്ക് കീഴിൽ തന്നെയാണ് എൻട്രിക്കിന്. അത് എൻട്രിക് എന്ന പ്ലെയറിനെ ബ്രസീലിൽ നിന്ന് റയൽ പിക്ക് ചെയ്യുമ്പോൾ ആളുകൾക്കറിയാം അതൊരു ബ്രസീലിയൻ ടാലൻറ്റ്, റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു, ചിലപ്പം നന്നാവും ചിലപ്പം ഫ്ലോപ്പ് ആവും. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു പ്ലെയറിനെ ഒരു നല്ലൊരു സ്ട്രൈക്കറാണ്, നല്ലൊരു പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആണെന്ന് തോന്നിപ്പിച്ചത്, യൂറോപ്പിനെ കൊണ്ട് തോന്നിപ്പിച്ചത് ബേസിക്കലി അൻസലോട്ടി ആയിരുന്നു. അൻസലോട്ടി അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയേഴ്സിൽ ഒരാളാണ് എൻട്രിക്. അതുകൊണ്ട് തന്നെ എൻട്രിക്കിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് മാത്രം വിലയിരുത്തി, ആൾ ലോണിൽ പോയപ്പോൾ ആ ഒരു സ്പെല്ല് മാത്രം വിലയിരുത്തിക്കൊണ്ട് എൻട്രിക്കിനെ സ്ക്വാഡിലേക്ക് പരിഗണിക്കുന്നത്. മത്തിയാസ് കുഞ്ഞ അവിടെ ഉണ്ട്, ഇഗോർ തിയാഗോ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിട്ടും ഒരു ബാക്കപ്പ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ എപ്പോഴും നമുക്കറിയാം സ്റ്റാർട്ടർ ആയിരിക്കില്ല എൻട്രിക്ക് എന്നുള്ള എൻട്രിക്കിനും കൃത്യമായൊരു അറിവുണ്ട്. അൻസലോട്ടിക്കും പറയാം ഒരു സ്റ്റാർട്ടറാക്കി ഇറക്കാനല്ല ഞാൻ കൊണ്ടുവരുന്നത്, ഒരു ഇമ്പാക്റ്റ് സബ് എന്നുള്ളത്. പക്ഷേ എൻട്രിക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രിക്കിൻ്റെ കളി കണ്ടിട്ടുള്ളത്, റീസെൻ്റ് കളി കണ്ടിട്ടുള്ളത് ലീഗ് വണ്ണിലുള്ള ടീമുകൾക്കെതിരെയാണ്. ലീഗ് വണ്ണിൽ കുറച്ചുകൂടി സോളിഡായിട്ട് പക്ക ബാക്ക് ഡിഫെൻസീവ് ഓറിയൻറ്റഡ് ടീമുകൾക്കെതിരെ എൻട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല. എൻട്രിക്ക് കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ പവർഫുള്ളായിട്ട് ഷോട്ട് എടുക്കുന്ന ഒരു ബോക്സിനുള്ളിൽ അയാൾക്ക് കുറച്ച് സ്പേസ് വേണം. ചെറിയ ടൈറ്റ് സ്പേസുകളിൽ വിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുന്നതിൽ എൻട്രിക്ക് പലപ്പോഴും ഫെയിലർ. അത് ലലീഗയിലായാലും റയൽ മാഡ്രിഡിൻ്റെ കൂടെ ആയാലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രിക്ക് ഈസ് ഓക്കെ. പക്ഷെ അത്തരത്തിലൊരു സ്പേസ് ഇന്നത്തെ മത്സരത്തിൽ ബേസിക്കലി മൊറോക്കോ നൽകിയിട്ടില്ല, ബ്രസീലിൽ ഒരു പ്ലെയറിനും നൽകിയിട്ടില്ല. പക്ഷേ മത്തിയാസ് കുഞ്ഞ് നേരെ തിരിച്ചാ, ചെറിയ സ്പേസുകളെ യൂട്ടിലൈസ് ചെയ്ത് ആ സ്പേസ് വലുതാക്കിയെടുക്കാൻ നല്ല ടാലന്റ് ഉള്ള ആളൊരു ക്രിയേറ്റർ കൂടിയാണ്. നമ്മൾ ക്രിയേറ്റർ ആണ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റർ കൂടിയാണെന്നാണ് പറയുന്നത്. കാരണം ആള് ക്രിയേറ്ററുമാണ്, ഒരു സ്ട്രൈക്കറുമായിട്ട് കളിക്കാൻ പറ്റുന്ന, രണ്ട് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയർ ആണ് ബേസിക്കലി ഈ മൊറോക്കൻ ഡിഫൻസിനെ അല്ലെങ്കിൽ മൊറോക്കൻ ടൈറ്റ് പാക്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. എൻട്രിക്ക് ബേസിക്കലി ഒരു ഫിനിഷർ പോലെ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്രില്യൻ്റ് ആകാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പം എൻട്രിക്കിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാത്തതല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എൻട്രിക്കിൻ്റെ മേലെ ഏറ്റവും ട്രസ്റ്റുള്ള പരിശീലകരുള്ളതാണ് അൻസലോട്ടി. പക്ഷേ അൻസലോട്ടിക്ക് അറിയാം എൻട്രിക്കിനെ എവിടെ ഉപയോഗപ്പെടുത്തണം, ഏത് ഡിഫൻസിനെതിരെ ഉപയോഗപ്പെടുത്തണം. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത മത്സരം ഹെയ്ത്തിക്കെതിരെയാണ് ബ്രസീലിന്. ഹെയ്ത്തിയുടെ ഡിഫൻസ് നമ്മൾ കഴിഞ്ഞ മത്സരം സ്കോട്ട്ലാൻഡായിട്ടുള്ള മത്സരം ഇപ്പോൾ ഹെയ്ത്തി നന്നായി കളിച്ചു, പക്ഷേ ഹെയ്ത്തിക്ക് പലപ്പോഴും ബോക്സിൽ കുറച്ച് സ്പേസ് കിട്ടാറുണ്ട്. ഹെയ്ത്തി ഡിഫൻസിന് ആ ബോക്സ് ടൈറ്റ് പാക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ആ മത്സരത്തിൽ ഒരു പക്ഷേ എൻട്രിക്കിനെ പരീക്ഷിച്ചേക്കാം.